ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പാണ് ഫ്രം ട്രിവാൻഡ്രം ടു റായ്പൂർ. ഞാൻ റായ്പൂർ വർക്ക് ചെയ്യുന്നതാണ്, എയിംസിൽ നഴ്സിംഗ് ഓഫീസറായിട്ട്. ഞങ്ങൾ 15 ഡേയ്സ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ കാർ ഓടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡ് ട്രിപ്പ് ചൂസ് ചെയ്യുമായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് റായ്പൂർ മൊത്തം 2000 കിലോമീറ്റർ ഉള്ളത്. ഒരു ചലഞ്ചിങ് ജേർണി തന്നെ ആയിരുന്നു. പിന്നെ ഈ കാണുന്നത് ഞങ്ങളൊരു 10 മിനിറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന സ്ഥലമാണ്. നല്ല ക്ലൈമറ്റും ആയിരുന്നു, നല്ല റോഡും ആയിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി നിന്ന് ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങളുടെ മോളാണ് ഗൗരി, 8 മാസമാണ്. ആയിരിക്കുന്നത് കറുത്തത് കൊണ്ട് ബെഡ്. ആ ബെഡ് ഉണ്ടായിരുന്നുകൊണ്ടാണ് മോളെ കിടത്തി ഉറക്കാനൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി ഓൺലൈൻ എടുത്തതാണ് അത്. നല്ലൊരു ജേണി ആയിരുന്നു കേട്ടോ. നല്ലൊരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, കുറുമ്പത്തിയാണ്. കുറുമ്പത്തിയും വെച്ച് കാറിൽ ഇരുന്ന് പോകുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ചലഞ്ചിങ് തന്നെയായിരുന്നു. ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞിനെ കൊണ്ട് പോകുന്നതാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഓക്കെ, ലെറ്റ്സ് ട്രൈ എന്ന് ഞങ്ങൾ എടുക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. കാർ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 10-35,000 രൂപയാകും എന്നൊക്കെ പറഞ്ഞു. സോ ഇത് ഒരു ചലഞ്ചിങ് ആയിട്ട് ഏറ്റെടുക്കുമായിരുന്നു. ഇത് ഞങ്ങൾ തമിഴ്നാട് നാഗർകോവിൽ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ 2 സൈഡ് നിങ്ങൾ കാണുന്നില്ലേ, കാറ്റാടി ഒത്തിരി ഉണ്ടായിരുന്നു. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കിലോമീറ്ററോളം കാറ്റാടി ഉണ്ടായിരുന്നു. അത് ഈ സൈഡിൽ റൈറ്റിലാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. നല്ല കാറ്റാണ്. ഞങ്ങളൊരു 5 മിനിറ്റ് അവിടെ ഇറങ്ങി നിന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കാറ്റ് കാരണം കുഞ്ഞിന് ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ തിരിച്ച് കയറുമായിരുന്നു. ഈ 2 സൈഡിലുമായിട്ട് നിറയെ ഏക്കറോളം കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഭൂരിഭാഗവും മേ ബി ഇതിൻ്റെ തന്നെ ആയിരിക്കണം, ഈ കാറ്റാടിയിൽ നിന്നായിരിക്കണം. ഇത് ഞങ്ങൾ നല്ല റോഡാണ്, നല്ല റോഡ്. വഴി വണ്ടി ഓടിച്ച് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര നമുക്കൊരു ഫീലിംഗ് ഗുഡ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു വൈബ് തരുന്നുണ്ട്. 2000 കിലോമീറ്ററൊക്കെ ഓടിച്ച് പോകുമെന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ആയിരുന്നു. ഇത് നാഷണൽ ഹൈവേ 44 ആണ്. ഇത് ഈ ഒരു യാത്ര ചൂസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളോട് ഒത്തിരി പേര് പറഞ്ഞു കുഞ്ഞിനെയും കൊണ്ട് പോകുന്നതാണ്, യാത്ര ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, വഴി തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും പറ്റത്തില്ല. അവരൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. വഴി ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും കുഗ്രാമത്തിലോട്ടൊക്കെ കയറി പോകാനുള്ള ഒത്തിരി ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ വഴി പോകുമ്പോഴത്തേക്കും വലിയൊരു മല കാണാം കേട്ടോ ഈ സൈഡിലോട്ട്. പക്ഷെ അതിൻ്റെ വ്യൂ കിട്ടിയില്ലായിരുന്നു. ഈ റൈറ്റ് സൈഡിലായിട്ട് ഒത്തിരി മലകളാണ്, ഒത്തിരി മലകളും പിന്നെ കുറേ കൃഷിസ്ഥലമുണ്ട്. എന്തോരം കൃഷിസ്ഥലമാണ്. നമ്മുടെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉള്ള ഭൂമി തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു ഹൈവേയുടെ അപ്പുറം ഇപ്പുറം ഇത്രയും തുറസായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് നമ്മളെ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഒത്തിരി കെട്ടിടങ്ങളല്ലേ നമ്മളവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന സൂര്യകാന്തി പാടമാണ്. പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഇത് കോളാർ എന്ന സ്ഥലമാണ്. നമ്മുടെ KGF പറയത്തില്ലേ കോളാർ, ആ സ്ഥലമാണിത്. നമ്മുടെ ബോർഡറായിട്ട് കർണാടകയുടെ ബോർഡറായിട്ടായി വരുന്നത്. ഇവിടെ ഒത്തിരി തന്നെ ഇഷ്ടിക ചൂള ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി, കുറേയൊക്കെ വർക്കിംഗ് എല്ലാം തോന്നുന്നു. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-ലധികം തന്നെ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ പോയപ്പോഴത്തേക്കും വലിയൊരു ആൽമരം കണ്ടേ, വലിയൊരു ആൽമരം. അതിൻ്റെ താഴെ ഒന്നും നോക്കരുത് കേട്ടോ, ഫുള്ള് ചപ്പൻ ചോറായിട്ട് ഇട്ടേക്കുക. പക്ഷെ അത് കണ്ടപ്പോഴത്തേക്കും ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാലോ തോന്നി. കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാനൊക്കെ നല്ലതല്ലേ. നോക്കി, ആ സൈഡിലായിട്ടായി കാണുന്നത്. കാറ് കിടക്കുന്നതിൻ്റെ അപ്പർ സൈഡിലാണ് ഒത്തിരി ഇഷ്ടിക ചൂള ഉള്ളത്. ഇതാ മരം എന്നെ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കാൻ തോന്നി. അത് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ പോകുന്നുള്ള എക്സ്പ്രസ് ഹൈവേ ആണ്. ബാംഗ്ലൂർ നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ, തൊട്ട് മുന്നായിട്ടുള്ള ഏരിയ ഈ പറയുന്നത്. ഈ ഒരു റോഡിൽ കൂടി പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കിലോമീറ്റർ എത്ര പെട്ടെന്നാണ് പാസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം